ഹലോ ഗൈസ്, നമുക്കിന്ന് അഹാന കൃഷ്ണകുമാറിനെതിരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ പറ്റി ഒരു അല്പം സംസാരിക്കാം. യൂഷ്വലി ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയാമോ? കണ്ടന്റ് തീരെ ഇല്ലെങ്കിൽ ചുമ്മാ ആരെങ്കിലും എടുത്തു വെച്ചാൽ കൊടുക്കും. എനിക്കതാണ് മനസ്സിലായത്. അഹാന കൃഷ്ണകുമാർ കൊടുക്കുന്ന വസ്ത്രം, സാരി, അതിനെ ബേസ് ചെയ്തിട്ടാണ് 1000 രൂപയ്ക്ക് കിട്ടുന്ന സാരി കൃഷ്ണകുമാർ കൊടുക്കുന്ന 8000 രൂപയ്ക്കാണ്, 9000 രൂപയ്ക്കാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരുടെയും കരച്ചിൽ. ഷെയിം മെറ്റീരിയൽ, ഷെയിം പ്രോഡക്റ്റ്, ഷെയിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, മാർക്കറ്റിംഗ് പോളിസിയെ പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്തവരാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത്. ഇതാരോ ഒരാളിങ്ങനെ പടച്ചു വിട്ടതാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ നിങ്ങളിപ്പോൾ എല്ലാവരും ചെയ്ത് നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, അഹാന അവരുടെ പണി ചെയ്യുന്നു, അത് അവരുടെ തൊഴിലാണ്. ആ മാർക്കറ്റിംഗ് പോളിസി വേണമെന്നുള്ളവർ അക്സെപ്റ്റ് ചെയ്താൽ മതി. ചേടാ, നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, നിർബന്ധമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഫുട്പാത്തിൽ കൂടെ സഞ്ചരിക്കുന്നു. ഇപ്പോൾ ഒരു 100 രൂപയുടെ ചപ്പലെന്ന് വയ്ക്കാം, ഫുട്പാത്തിൽ അത് കിട്ടും, 100 രൂപയ്ക്ക് കിട്ടും. ഇതേ സാധനം ഒരു ഇച്ചിരി മാളിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഒരു അല്പത്തൊളിപ്പത്തിരിപ്പ് വെച്ച് ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് 1000 രൂപയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി വാങ്ങിക്കും. അതെന്താടാ, ഈ സാധനമല്ലേ ഫുട്പാത്തിൽ കിട്ടുന്നത്, അതൊന്നിനാ മാളിൽ ചെല്ലുമ്പോൾ അത്രയും വില പറയുന്നത്? എല്ലാത്തിനും അതിൻ്റേതായ മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് സാരം. ഉദാഹരണം, ഇപ്പം ഞാനൊരു ടൈറ്റൻ്റെ ഒരു ചെറിയ വാച്ച് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കുമ്പോൾ തന്നെ മിനിമം 10,000 രൂപയാണ്. 2000-ന് മുകളിൽ വാച്ചിന് വില ഇല്ല, അങ്ങോട്ടേ ഉള്ളു വില. അതേസമയം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, അതായത് എക്സാക്റ്റ് കോപ്പി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വളരെ ചെറിയ വിലയ്ക്ക് 500 രൂപയ്ക്കൊക്കെ കിട്ടും. അതിന് ചെറിയ വിലയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഭീമാപ്പള്ളി ഏരിയ പോയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഗൾഫ് പ്രോഡക്റ്റ് ഒക്കെ തന്നെ അതിൻ്റെ പകുതിയുടെ പകുതി വിലയിൽ സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ചിലപ്പോൾ സെയിം മെറ്റീരിയൽ തന്നെ ചിലപ്പോൾ ചെറുതായിട്ട് കൊടുക്കുന്നതും കാണാം. വില കുറച്ച് വേണ്ടവർ അതുപോലുള്ള കമ്പനികളെ അപ്രോച്ച് ചെയ്യുക. അതിനിപ്പോൾ അഹാന പറ്റിക്കുന്നു, ചതിക്കുന്നു എന്ന് പറഞ്ഞാൽ, കച്ചവടം എന്നതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയുമോ? കച്ചകപടം. കച്ച പിടിച്ചിട്ടുള്ള കപടമാണ് കച്ചവടം. അപ്പോൾ അതിനകത്ത് ഓരോരുത്തർക്കും ഒരു പോളിസി ഉണ്ടാവില്ലേ ചേട്ടാ. ഞാൻ പിന്നെ ഈ ഓസിയുടെ ഒരു മാലയുണ്ട്, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു മാലയാണ്. നമ്മുടെ രാമായണത്തിനെ കുറിച്ച് അവരുടെ വിവാഹമുണ്ടല്ലോ, മാംഗല്യം, സീതാ കല്യാണം. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് അവരൊരു പ്രോഡക്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഭയങ്കര ആഗ്രഹം തോന്നി ആ ഒരു മാല വാങ്ങിക്കണം എന്ന് വിചാരിച്ച് സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ശിവനെ 8000 രൂപ. പള്ളി, ഇതിന് 1 ഗ്രാം സ്വന്തം വാങ്ങിക്കാനില്ല, എന്തിനിപ്പോൾ ഇത്രയും വലിയ മാല വാങ്ങിക്കണം? നമുക്കത് നോക്കി വെള്ളം ഇറക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് ഡെയിലി നോക്കി വെള്ളം ഇറക്കും, അത്ര തന്നെ. അത് വാങ്ങിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം അവിടെ തീർന്നു. പക്ഷേ റീസെൻ്റ്ലി ഈ കർണാടക ബേസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഇത് വിൽക്കുന്നുണ്ട്. അവർ അതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് 1200 ആണ്. സെയിം മെറ്റീരിയൽ, യാതൊരു മാറ്റവുമില്ല, കാണാൻ എക്സാക്ട്ലി സെയിം, ഭയങ്കര സെയിലാണ് അവർക്ക്. അപ്പം ഞാൻ അതിൽ ചെറുതായിട്ടൊന്ന് ഞൊണ്ടിപ്പോൾ അവർ പറയുന്നു ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാതെ കർണാടകയിൽ ആരോണ്ടോ നടത്തുന്ന ഈ സാധനത്തിലേക്ക് വിശ്വസിച്ച് എങ്ങനെയാണ് പൈസ ഇറക്കുക? അതുകൊണ്ട് ആ ആഗ്രഹവും നമ്മൾ അവിടെ നിർത്തി വെച്ചു. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്കൊരു വാർത്തയാക്കാം. അവർക്ക് 1200 രൂപയാണ്, ഇത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. അവർ കൊള്ളയടിക്കുന്നു, അവർക്ക് ഭയങ്കര പൈസ പരാന്നാണ്. പൈസ നിങ്ങൾക്ക് കിട്ടിയാൽ പുളിക്കുകയോ ഇല്ലയോ? നിങ്ങൾ അങ്ങനെ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയാൽ പുളിക്കുകയോ ഇല്ലയോ? വേറൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ ഒരു വീട് വയ്ക്കണമെന്ന് വയ്ക്കാം, സച്ച് ഇൻ കേസ്, സപ്പോസ് ഞാൻ വീടിൻ്റെ റെനോവേഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അതിൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ വേരിയേഷൻ അവർ കൊണ്ടുവന്ന് കാണിക്കും. സെയിം സാധനം, ഇപ്പം നമ്മളൊരു വാൾപേപ്പർ ചൂസ് ചെയ്യണമെന്ന് വയ്ക്കുക, ആ വാൾപേപ്പറിന് അതേ കളർ, അതേ സെയിം പാറ്റേൺ, സെയിം, ഒരു വ്യത്യാസവും തോന്നാത്ത കണക്ക് അതിൻ്റെ ചൈന പ്രോഡക്റ്റ് അവിടെ ഉണ്ടാകും. യൂസ് ആൻഡ് ത്രോ ആണ് ചൈനയുടെ ഒരു ഇത്. ലേറ്റർ മാത്രമേ നമുക്കതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഈച്ച് ആൻഡ് എവരിവെയർ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അവർ കൊടുക്കണതെല്ലാം ഒറിജിനൽ ആണെന്നുള്ള സർട്ടിഫിക്കേഷനൊന്നും ഞാൻ തരുന്നില്ല. അവർ ഒറിജിനൽ തന്നാലും ഡ്യൂപ്ലിക്കേറ്റ് തന്നാലും അവർക്കൊരു ഫേസ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമ്മളെ വടവിധവയെ വിളിച്ച് ഉത്കടിക്കാൻ വിളിച്ചാൽ 5000 രൂപയ്ക്ക് അവൈലബിൾ ആവും. അവർ ഒരു 5000 രൂപയ്ക്ക് നാട മുറിച്ചിട്ട് പോകും. ഇതേ സാധനം നിങ്ങൾ ഹണി റോസിനെ വിളിച്ചാൽ 5 ലക്ഷം രൂപയും കൊടുത്ത് പാട്ടും കൂടെ പാടി കൊടുക്കണം ഹണി റോസിന്. പക്ഷെ നയനമനോഹരമായ കാഴ്ചകളും കൊണ്ടായിരിക്കും സാധനം വരിക. രണ്ടും പെണ്ണല്ലേ, എന്താ വ്യത്യാസം? അതാണ് പറയുന്നത്, മാർക്കറ്റിൽ ഒരു ഫേസ് വാല്യൂ ഉണ്ട് എന്നുള്ളത്. ആ വ്യത്യാസമാണ് നിങ്ങൾ അഹാനയിൽ കാണുന്നത്.
അഹാനയൊക്കെ ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് വന്നാൽ മൊഞ്ചത്തിയ, ഒരു രക്ഷയില്ല. പടച്ചോൻ്റെ 100 പിള്ളേരാ 4 അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. 4 പേര് കാണാൻ ഇച്ഛാ മൊഞ്ചത്തികളാ, എന്തോ ഭംഗിയാ. നാക്ക് ശരിയല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇച്ചിരിപ്പിൽ ആറ്റിറ്റ്യൂഡൊക്കെ പെണ്ണുങ്ങൾക്ക് നല്ലതാണ്. ആ അമ്മമ്മ തള്ളയിട്ട് പണിതത് മാത്രമേ എനിക്ക് പിടിക്കാതെ ഉള്ളൂ. അല്ലെങ്കിൽ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് അരഗൻസ് ഒക്കെ പെൺപിള്ളേർക്ക് നല്ലതാന്നേ. ഒരു പരിധിയിൽ കഴിയുമ്പോഴത്തേക്ക് കുഴപ്പമുള്ളൂ. മുതിർന്നവരെ ബഹുമാനിക്കാതെ വരുന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒട്ടും ശരിയല്ല. അല്ലാത്തടത്ത് തിരിപ്പിൽ ആറ്റിറ്റ്യൂഡ് ഉള്ളതാണ്. ആറ്റിറ്റ്യൂഡുള്ള പെണ്ണുങ്ങളാണ് അമ്മാതിരി പവർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇച്ചിരി അഹങ്കാരമൊക്കെ നല്ലതാണ്. പെണ്ണുങ്ങൾക്ക് ഇച്ചിരി അഹങ്കാരം വേണം. ബാഹുബലിയിൽ നമ്മുടെ അമ്മായിമ്മത്തള്ള പറയുന്നത് കേട്ടില്ലേ, മകിഴ്മതിയുടെ മരുമകൾക്ക് ഇച്ചിരി അഹങ്കാരമാകാം, അശോകന് ഇത്തിരി അഹങ്കാരമാകാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ വെറുതെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ തലയിൽ കയറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ചില പെണ്ണുങ്ങളെടുത്ത് വെച്ച് തകർക്കുന്ന കണ്ടപ്പോഴാണ് ശിവനെ ഇവളുമാർക്ക് അസൂയാണല്ലോ എന്നങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്നെ അടിക്കാൻ വരും. ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് വെറും 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 അസൂയയുടെ പുറത്ത് അവരെ അടിക്കാൻ കിട്ടിയ ഒരു വടി എന്നതിനപ്പുറം ഇതിനകത്ത് യാതൊരു കുന്തവും ഇല്ല. ഏത് കോമൺ സെൻസുള്ള മനുഷ്യന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കച്ചവടം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ വലിയ തുറ ഫിഷ് മാർക്കറ്റിൽ പോയാണ് ഫിഷ് വാങ്ങിക്കുന്നത്. ഇതേ സാധനം ഇവിടെ കിഴക്കൂട്ടം കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയ പോത്തങ്കോട് ആ സൈഡിലൊക്കെ പോയാൽ അതിനേക്കാൾ ഒരു 4 പകുതി വിലയുള്ള സാധനം ഇവിടെ കിട്ടും. അത്ര വില കുറഞ്ഞ് കിട്ടും. മരിയനാടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വില കുറഞ്ഞ് ഫിഷ് കിട്ടും. പക്ഷെ ഞാൻ വലിയ പോയേ കഴിക്കൂ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ കടലിൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു തോന്നൽ എന്താ, എൻ്റെ മനസ്സിൻ്റെ തോന്നലാണ്. അത് അവരുടെ ഒരു ടെക്നിക്കാണ്. കടലിൻ്റെ കരയിൽ കയറി ഇരിക്കുമ്പോൾ കടലിൽ നിന്ന് പിടിച്ചോണ്ടെന്ന് വെച്ചോണ്ടിരിക്കണം എന്ന് തോന്നും. അത് അവർ പറയണ്ട, നമുക്കും അങ്ങനെ തോന്നും, എനിക്കും തോന്നും. ഇവരിപ്പോൾ വലയിട്ട് കടലിൽ നിന്ന് ഇങ്ങനെ പിടിച്ചതാ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. സത്യം പറയണം, ഭയങ്കര വില കൊടുത്താൽ അവിടെ നിന്ന് മീൻ വാങ്ങിക്കുന്നത്. പക്ഷേ ചീത്ത മീനാണെന്നും പലപ്പോഴും പറയാറുണ്ട്. നമ്മളിപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും പഴയതാണ്, ഐസ് മീനാണെന്നൊക്കെ തോന്നും. എന്നാൽ പോലും വീണ്ടും ഇല്ല, കടലിൻ്റെ കരയിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു തോന്നലാണ്. കടലിൽ നിന്ന് പിടിച്ച് നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നൊരു തോന്നൽ വരും. അപ്പം ഇതെല്ലാം തന്നെ ഒരു തരം മാർക്കറ്റിംഗ് പോളിസിയാണ് എന്ന് മനസ്സിലാക്കുക. ഡ്രസ്സിൻ്റെ കേസും അങ്ങനെ തന്നെ. നമുക്ക് വില കുറഞ്ഞ് നല്ല വില കുറച്ച് നമ്മൾ ചാല കമ്പോളത്തിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ചാല സൈഡിലൊക്കെ പോയി. ഇതൊക്കെ തിരുവനന്തപുരത്തെ കുറച്ച് ഏരിയകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ലെന്ന് എനിക്കറിയത്തില്ല. ആഗോള തലത്തിൽ ഇത് മനസ്സിലാവുന്നില്ല. തിരുവനന്തപുരത്തിൻ്റെ ഒരു ഏരിയയുടെ ഇതാ പറഞ്ഞത്. അപ്പോൾ ചാലയിൽ എന്ന് പറയുന്നത് നല്ലൊരു മാർക്കറ്റിംഗ് പ്ലേസാണ്. അവിടെ എല്ലാം വില കുറച്ച് കിട്ടും. എല്ലാം എന്ന് വെച്ചാൽ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് എല്ലാം കിട്ടും. വെജിറ്റബിൾ ഒക്കെ കിട്ടും. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഒരു വേണ്ട, കണ്ണിന് അട്രാക്റ്റീവായിട്ടിരിക്കുന്ന ലുലു മാളില്ല, നമ്മൾ ലുലു മാളിൽ പോയി വാങ്ങിക്കും. മിനിമം അതിൻ്റെ ഒരു ബിൽ എമൗണ്ട് വരിക 10,000 20,000 ഒക്കെയാണ്. 6,000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാസത്തെ മുഴുവൻ സാധനവും വാങ്ങിച്ചൊരു സലാം ഇട്ടിട്ട് വരാൻ പറ്റും ഈ പറയുന്ന ചാലയിൽ. ഡിഫറൻസ് ഉണ്ട്. എന്തുകൊണ്ട് ലുലുവിൽ ആ വില? എന്താണ് ഈ സാധനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ? എന്താ കുറച്ച് തുടച്ച് മിനുക്കി ഇവിടെ വെച്ചേക്കും, അത്രയേ ഉള്ളൂ. മറ്റത് ഫ്രഷ് വെജിറ്റബിളാണ്. ഇത് ചെളിയും ചേറും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതാണ് റിയൽ. പക്ഷെ നമുക്കത് മനസ്സിലാകത്തില്ല. അതാണ് പ്രശ്നം. അപ്പം ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ബേസ് ചെയ്തിരിക്കും. നീ അഹാന ഇട്ട സാരി അഹാന ഉടുത്തപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു, അഹാനയുടേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ കിട്ടുമെന്നായിരിക്കും. ഇനി ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് വാങ്ങിക്കൂ. അപ്പോഴും ആ സ്ത്രീ ആരാണോ ഇത് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി വിട്ട ആ സ്ത്രീ ചെയ്യണത് എന്താണ്? അഹാനയെ കൊണ്ടൊരു മാർക്കറ്റിംഗ് പോളിസിയാണ് അവരുണ്ടാക്കിയെടുക്കുക. അഹാന കൊടുക്കുന്ന എൻ്റെ അതേ പ്രോഡക്റ്റാണ്, എൻ്റെ ആ സാധനം ഉണ്ട് എന്ന് പറയുന്നതിന് തുല്യമില്ലേ? സത്യം പറഞ്ഞാൽ അഹാനയാണ് ഒരു പണി ഇവർക്ക് കൊടുക്കേണ്ടത്. എൻ്റെ മാർക്കറ്റിംഗ് തന്ത്രത്തിനെ ഇവരിങ്ങനെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണുമ്പോൾ തൂങ്ങി ഒഴുകി പുല്ല് ഒഴിക്കൂല. അത് അവരുടെ പോളിസിയാണ്. പാർത്താസിൽ കിട്ടുന്ന അല്ലെങ്കിൽ പോത്തീസിൽ കിട്ടുന്ന അതേ ഡ്രസ്സ് അതേ ക്വാളിറ്റിയിൽ നമുക്ക് റോഡ് സൈഡിൽ വിൽക്കുന്നവരിൽ നിന്ന് കിട്ടും. അതേ ക്വാളിറ്റിയാണ്, ഒരു വ്യത്യാസമില്ല. ക്വാളിറ്റിയിലൊന്നും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷേ അവരതിൻ്റെ പ്രൈസ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡബിളായിട്ടായിരിക്കും അവിടെ വെച്ചിരിക്കുക. എന്താ വ്യത്യാസം? അതേപോലെ ടെക്സ്റ്റൈൽസ് ഷോപ്പ് പലതും ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ പല ടെക്സ്റ്റൈൽ ഷോപ്പ്സും ഉണ്ട്. ഇനി എറണാകുളം ആണെങ്കിലും പലതുണ്ട്. അവിടെ ഇതുപോലുള്ള ഗലികളുണ്ട് ഇത് വിൽക്കുന്ന. അവിടെ ചെന്ന് നോക്കിയാണ് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും. ഇതേ സെയിം മെറ്റീരിയൽ കുറച്ച് കവറിൽ പൊതിഞ്ഞ് ഇതേ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഡബിൾ റേറ്റ് ആയിരിക്കും. സോ റേറ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മാർക്കറ്റിംഗ്, അത് ഫേസ് വാല്യൂവിന് അതിനെ ഇത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അഹാന ചെയ്യുന്നതിലൊരു കുഴപ്പമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് അവരുടെ പോളിസിയാണത്, അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണത്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങി, ഇല്ലെങ്കിൽ വേണ്ട. ഇവിടെ ഹോട്ടൽസ് ഇല്ലേ, നമുക്ക് ചായ കിട്ടും. ഇവിടെ ലോക്കലിൽ നമ്മൾ റോഡിലൊക്കെ ചായ വിൽക്കുന്നുണ്ട് തട്ടുകടക്കാർ. നിങ്ങൾ പോയി ചോദിച്ചാൽ എത്ര രൂപയ്ക്ക് കിട്ടും? ഇതേ ചായ നിങ്ങൾക്ക് ഒരു 200 രൂപ, ഇപ്പോൾ 20 രൂപയാണ് ഇവിടെ ചായക്ക് വിലയെങ്കിൽ 200 രൂപയ്ക്ക് അതേ ചായ, അതിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ ചായ വലിയ ഹോട്ടലുകളിൽ
ഹോട്ടലുകളിൽ സെർവ് ചെയ്യും. എന്തുകൊണ്ടാണ്? അതാണ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ അതാണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഫേസ് വാല്യൂ. സെയിം തന്നെയാണ്, ചായ തന്നെയാണ്, അപ്പുറത്തും ചായ തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം? ആ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതി. അവരുടെ പ്രോഡക്റ്റിന് അവർക്ക് ആ പ്രൈസ് പറയാം, അതിനുള്ള വാല്യൂ ആ കുട്ടികൾക്കുണ്ട്. കൃഷ്ണകുമാറിൻ്റെ മക്കളായതുകൊണ്ട് അവർക്കത് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഒരുതരം അട്ടർ നോൺസെൻസ് ആണ്. അത് വെറുതെ അവരെ എല്ലാത്തിനും കയറി ചൊറിയുന്നത് കഷ്ടം തന്നെയാണെന്ന് എനിക്ക് കണ്ടിട്ട് പറയാൻ തോന്നിയിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്ന ആ മാലയുടെ കേസ് 8,000 രൂപ ഭയങ്കര വിലയാണ്. സത്യത്തിൽ ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഒരു മാല വാങ്ങിക്കാനായിട്ട്. ഇച്ചിരിയൊക്കെ കുറച്ചുകൂടി ഇടിയെന്ന് തോന്നിയിട്ടുമുണ്ട്. 1-2 പോയി ഞാൻ കമൻറ്റ് ഇട്ടു, ഒരു അല്പം കുറകേടിയെന്ന്. ഇച്ചിരി കഴിയുമ്പോൾ കമൻറ്റും കാണത്തില്ല, ഞാനും കാണത്തില്ല, എന്നെയും ബ്ലോക്ക് ചെയ്യുക കളയും. എന്തിനാ വെറുതെ ബ്ലോക്ക് വായിക്കണമെന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ കമൻറ്റ് വിടാറില്ല, പോയി കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പ്രോഡക്റ്റിന് ആ വാല്യൂ ഉണ്ട്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവർ കൊള്ള ലാഭം എടുക്കുന്നു, അവർ കൊള്ള നടത്തുന്നു, അവർ കൊല നടത്തുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കുമുണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ പോലുള്ള സാധനം. അതൊന്നും ഒരു കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് കുഴപ്പം. ഇത് പറയുന്നതല്ലേ, ഓരോരുത്തർക്കും ഓരോ റേഷ്യോ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവരെന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഉദ്ഘാടനത്തിനോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ വിളിച്ച് നോക്ക്, പേയ്മെൻറ്റ് എത്രയാണെന്ന് അവർ തന്നെ പറയും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അവർ അത്രത്തോളം വാല്യൂ ഉള്ള ആൾക്കാരാണ്. അവരത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. കൃഷ്ണകുമാറിൻ്റെ മകളാണ് നമ്മളൊരു മൂലയിൽ ഇരുന്നാൽ ആർക്കും ആ ഇതുണ്ടാവത്തില്ല. അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ ഇരുന്നു കൊണ്ടൊരു പ്രോഡക്റ്റ് വിൽക്കാൻ തയ്യാറാകുന്നില്ലേ, ബിസിനസ്സിലേക്ക് അവർ ഇറങ്ങുന്നില്ലേ. സോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. പെൺകുട്ടികളാണ്, അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അല്ലാണ്ട് ബാക്കിയുള്ളവരെ പോലെ പാവാട പറിച്ചാട്ടമൊന്നും കുറവാണ്, ഉണ്ട്, ഇല്ലയെന്നൊന്നും പറയണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും ഇവള് കണ്ണ് കണ്ടുകൂടെയെന്ന് കഴിഞ്ഞ്. പാവാട പറിച്ചാട്ടമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും മറ്റുള്ളവരെ പോലെ അതേ ജീവിതമൊന്നും ഇല്ലല്ലോ. അവരും എന്തൊക്കെയോ ചെയ്ത് മുന്നേറാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം നടക്കുന്നത് അവർക്കെതിരെ നടക്കുന്ന അന്യായമായിട്ടുള്ള സൈബർ ബുള്ളിയിങ്, ഒരു കാര്യവുമില്ലാത്ത സൈബർ ബുള്ളിയിങ്ങാണ് ഇപ്പം നടക്കുന്നത്. അവർക്കൊരു പ്രോഡക്റ്റ് വിൽക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തുണ്ട്. അവർ പ്രോഡക്റ്റ് വിൽക്കട്ടെന്ന്. അവർ പറയുന്ന വിലയ്ക്ക് വാങ്ങിക്കാൻ ആളുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അവിടെ ചെന്ന് സിന്ധമ്മ സൂപ്പർ, അനുട്ടി സൂപ്പർ, അമ്മോളെ സൂപ്പർ എന്നാളുകൾ പറയുമോ? അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതേപോലെ തന്നെ പലർക്കും പല രീതിയിലാണ്. അപ്പം നമുക്കൊരു ഗിഫ്റ്റ് ആരെങ്കിലും തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയുള്ളവരും ഉണ്ട്, വേണ്ടാന്ന് പറയും, എനിക്ക് ആ ഗിഫ്റ്റ് വേണ്ടാന്ന് പറയും. അപ്പം നമ്മൾ എങ്ങനെയും നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വന്ന് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഇത് കൂടി തന്നാലും അവരൊന്നും പറയത്തില്ല. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പണ്ട് ഡ്രസ്സ് വിൽക്കുന്ന സമയത്ത് 700 രൂപയ്ക്കാണെങ്കിൽ 1000 രൂപയ്ക്ക് ഇട്ട് തരും. തിരിച്ച് അതിൻ്റെ ബാലൻസ് കൊടുത്ത് അവർ വേണ്ടാന്ന് പറയും, അത് ഇരുന്നോട്ടെ എന്ന് പറയും. അങ്ങനെ പറയാറുണ്ട്, നമ്മളും ചെയ്യാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ ഇച്ചിരി പൈസ കൂട്ടി കൊടുത്താൽ ഇരുന്നോട്ടെ എന്ന് പറയും. അത് നമ്മുടെ ഇഷ്ടമാണ്, ഇഷ്ടത്തോടു കൂടി കൊടുക്കുന്നതാണ്. അവരുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ അവർക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്തിനാ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണം? പിന്നെ കണ്ടന്റ് ഇല്ലാത്തവർക്ക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കോണ്ടന്റായിട്ട് ആക്കാമെന്നല്ലാതെ ഇതൊക്കെ ഒരാളെ അയാളെ വളരാൻ അനുവദിക്കാത്ത തക്കവണ്ണം ഇടിച്ചതാക്കാനുള്ള ഐഡിയാസ് ആയിട്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.